നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെ, നെഹ്റു കുടുംബത്തിനെ, പ്രത്യേകിച്ചും സോണിയാഗാന്ധിയുടെ നയങ്ങളോട് ഒട്ടും യോജിക്കാൻ കഴിയാതെയാണ് വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 10-30 വർഷങ്ങൾക്ക് മുമ്പ്, അന്നത്തെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന മമതാ ബാനർജി കോൺഗ്രസ് വിട്ടുപോകുന്നത്. കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന അംഗമായിരുന്നു അന്ന്, അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നു അന്ന് മമതാ ബാനർജി. ഏറ്റവും ചുറുചുറുക്കുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു. പ്രാദേശിക തലത്തിൽ ബംഗാളിൽ നിന്നുള്ള ദുർഗയായിരുന്നു, ശക്തി ദുർഗയായിരുന്നു ഈ മമതാ ബാനർജി. ആ സമയത്ത് കോൺഗ്രസിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് അവർക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ഏറ്റുമുട്ടേണ്ടി വന്നത്. സോണിയാഗാന്ധിയുടേതടക്കമുള്ള നേതൃത്വത്തെ മമതാ ബാനർജി ചോദ്യം ചെയ്തു. അതിനുശേഷം അവർ പാർട്ടിക്ക് പുറത്തു പോകുന്നു. തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി പിന്നീട് മമതാ ബാനർജി പ്രവർത്തനം തുടങ്ങുന്നു. തൃണമൂൽ കോൺഗ്രസ് പശ്ചിമ ബംഗാളിൽ അധികാരം പിടിക്കുന്നു. 2019 ഏതാണ്ട് 30-34 വർഷത്തെ ഭരണം, കുത്തക ഭരണം, തുടർച്ചയായ ഭരണം, കമ്മ്യൂണിസ്റ്റ് ഭരണം, അത് അവസാനിപ്പിച്ചതിന് ശേഷമാണ് മമതാ ബാനർജി 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ പശ്ചിമ ബംഗാളിൻ്റെ അധികാരം പിടിക്കുന്നത്. അതിനു മുമ്പ് തന്നെ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടാക്കിയതിന് ശേഷം ദേശീയ തലത്തിൽ പോലും ശ്രദ്ധയാകർഷിക്കുന്ന തലത്തിലുള്ള പ്രവർത്തനങ്ങൾ മമതാ ബാനർജി നടത്തിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ BJPയോടൊപ്പം ചേർന്നുകൊണ്ട് മമത റെയിൽവേ മന്ത്രിയായിരുന്നു. അങ്ങനെ ഒട്ടനവധി ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് പുറത്തു പോയതിന് ശേഷം നടപ്പിലാക്കി കാണിച്ചു കൊടുത്ത, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് കാണിച്ചു കൊടുത്ത ഒരു നേതാവാണ് മമതാ ബാനർജി. മമതാ ബാനർജി 2011 ബംഗാളിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം പിന്നീട് ദേശീയ തലത്തിലേക്ക് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ നയങ്ങളെ ശക്തമായി എതിർക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു നേതാവാണ് ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജി. മാത്രമല്ല 2024 തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുന്നതിൽ നിന്നും BJPയെ തടഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു വലിയ സഖ്യം, ആ സഖ്യം രൂപമെടുക്കാൻ കാരണക്കാരായ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു മമതാ ബാനർജി. 2011 മുഖ്യമന്ത്രി ആയതിനു ശേഷം പിന്നീട് മമതാ ബാനർജിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും മമതാ ബാനർജി അവരെ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. അതായത് രാഹുൽ ഗാന്ധി ഇനി മാറി നിൽക്കണമെന്നും, ഒട്ടനവധി തെരഞ്ഞെടുപ്പുകളാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ പാർട്ടിയും മുന്നണിയും എല്ലാം തോറ്റുപോയത്. അതുകൊണ്ട് ഇനി മാറി നിൽക്കണമെന്നും മുന്നണിയുടെ നേതൃത്വം മമതാ ബാനർജിക്ക് വിടണമെന്ന് പോലും പാർട്ടി നേതാക്കന്മാർ പറയുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അത് ഈ അടുത്ത കാലത്താണ്. ആ രീതിയിൽ ശക്തമായ ഒരു നിലയിൽ നിൽക്കുമ്പോഴാണ് 2026 തിരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി മൂക്കും കുത്തി താഴെ വീണത്. മാത്രമല്ല, കോൺഗ്രസ് വിട്ടുപോയ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട നേതാവാണ് ശരത് പവാർ. ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന ഒരു രീതിയിലേക്ക് പോലും വളർന്നു വന്ന ഒരു നേതാവാണ് ശരത് പവാർ. കോൺഗ്രസിൻ്റെ അതിശക്തനായ ഒരു നേതാവ്. അവിടെ ഒരു വിദേശ വനിത കോൺഗ്രസിനെ നയിക്കുന്നത്, വിദേശ വനിത രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുന്നത്, ഇതൊന്നും തനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഒരു കലാപം പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയത് ശരത് പവാറാണ്. ശരത് പവാറിനും അന്ന് മമതയെ പോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വവുമായും നെഹ്റു കുടുംബവുമായും ഒന്നിച്ചു പോകാൻ കഴിയാത്ത പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരിലാണ് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തെ അദ്ദേഹം ചോദ്യം ചെയ്ത് മറ്റൊരു പാർട്ടി ഉണ്ടാക്കി, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി. അതായത് കോൺഗ്രസ് പാർട്ടി വിദേശവൽകൃത പാർട്ടിയായി മാറിയപ്പോൾ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കി ശരത് പവാർ തൻ്റെ തനി രാഷ്ട്രീയ വഴി തിരഞ്ഞെടുത്തു. ശരത് പവാർ, മമതാ ബാനർജി ബംഗാളിലായിരുന്നുവെങ്കിൽ ശരത് പവാറിൻ്റെ ശക്തി മുഴുവൻ മഹാരാഷ്ട്രയിലായിരുന്നു. മഹാരാഷ്ട്ര കേന്ദ്രമാക്കി അദ്ദേഹം പിന്നീട് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. മഹാരാഷ്ട്രയിൽ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയായി പിന്നീട് NCP മാറുന്നതും നമ്മളെല്ലാം കണ്ടതാണ്. ഇങ്ങനെ കോൺഗ്രസ് വിട്ടുപോയ രണ്ട് പ്രമുഖരായ നേതാക്കന്മാരാണ് മമതാ ബാനർജിയും അതുപോലെ തന്നെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായ ശരത് പവാർ. ഇന്നിപ്പോൾ രണ്ടുപേരുടെയും ശക്തി വലിയ രീതിയിൽ ക്ഷയിച്ചിരിക്കുന്നു. ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ നേരിട്ടിറങ്ങിയ നേതാക്കന്മാരാണ് ശരത് പവാറും അതുപോലെ തന്നെ നിതീഷ് കുമാറും അതോടൊപ്പം തന്നെ മമതാ ബാനർജിയും രാഹുൽ ഗാന്ധിയും എല്ലാവരും. എന്നാൽ ഈ ശരത് പവാറിൻ്റെ പാർട്ടി ക്ഷയിക്കുന്നു, മമതാ ബാനർജിയുടെ പാർട്ടി ഇപ്പോൾ തകർന്നടിയുന്നു. അതായത് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി വിട്ട് നേരെ NDAയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. അതോടുകൂടി മുന്നണി ശിഥിലമാകുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പിൽ വിജയ്ക്ക് കോൺഗ്രസ് പിന്തുണ കൊടുത്തതോടുകൂടി ഇന്ത്യ മുന്നണി വീണ്ടും തകർച്ചയിലേക്ക് പോകുന്നു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് വിട്ടുപോയ ആ രണ്ട് പാർട്ടികളും തിരികെ കോൺഗ്രസിലേക്ക് വരണമെന്നും BJP വിരുദ്ധ മുന്നേറ്റത്തിന് ശക്തി പകരണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത് ശിവസേന നേതാവ് സഞ്ജയ് റൗട്ടാണ്. ഈ ഒരു ആവശ്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു
ആഗ്രഹം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നു എന്ന വാർത്ത പരന്നത് 2 ദിവസങ്ങൾക്ക് മുമ്പ് മമതാ ബാനർജിയും അവരുടെ മരുമകൻ അഭിഷേക് ബാനർജിയും ഈ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ കണ്ടപ്പോഴാണ്. ആ മീറ്റിങ്ങിനിടയിൽ കോൺഗ്രസിലേക്ക് വരണമെന്നും ദേശീയ ഉപാധ്യക്ഷനാക്കാമെന്നും സോണിയാഗാന്ധി തൃണമൂൽ കോൺഗ്രസിന് വാഗ്ദാനം നൽകി എന്നാണ് സൂചന. അതിനെക്കുറിച്ച് തൃണമൂൽ കോൺഗ്രസിനകത്ത് ചർച്ച നടക്കുകയാണെന്നും സൂചനയുണ്ട്. ഇപ്പോഴിതാ മമതാ ബാനർജിക്ക് പിന്നാലെ NCP ശരത് പവാർ വിഭാഗവും കോൺഗ്രസിലേക്ക് മടങ്ങുന്നു, കോൺഗ്രസിൽ ലയിക്കാൻ പോകുന്നു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. അത് ഈ സഞ്ജയ് റൗത്തിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഈ NCPയും തിരികെ മടങ്ങുന്നു എന്ന വാർത്ത വരുന്നത്. കാരണം 2 പാർട്ടികളും ഇപ്പോൾ ക്ഷയിച്ചിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ NCP 2ആയി പിളർന്നു. ഭൂരിഭാഗം MP-മാരും MLA-മാരും അജിത് പവാറിനോടൊപ്പം പോയി. സ്വന്തം പാർട്ടിയുടെ പേരും സ്വന്തം പാർട്ടിയുടെ ചിഹ്നവുമെല്ലാം ശരത് പവാറിന് നഷ്ടമാകുന്നു. വിരലിലെണ്ണാവുന്ന അണികളും വിരലിലെണ്ണാവുന്ന ജനപ്രതിനിധികളും മാത്രമേ ഇന്ന് ശരത് പവാറിനോടൊപ്പമുള്ളൂ. അതുകൊണ്ട് തനിച്ച് ഒറ്റയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ, ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഒരു സംസ്ഥാനത്തേക്കെങ്കിലും അധികാരം പിടിക്കാൻ ഇനി കഴിവില്ല എന്ന് വിലയിരുത്തപ്പെട്ട ഒരു പാർട്ടിയായി NCP മാറിയിരിക്കുന്നു. ഈ അടുത്ത കാലം വരെ പ്രതാപം സൂക്ഷിച്ചിരുന്ന മമതാ ബാനർജിയാകട്ടെ കഴിഞ്ഞ കുറേ നാളുകൾ കൊണ്ട് തകർന്ന് തരിപ്പണമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതോടുകൂടി പാർട്ടി തകർന്ന് തരിപ്പണമായി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്നിപ്പോൾ പാർട്ടിയുടെ ആകെ MP-മാരിൽ 19 പേരും പുതിയ ബ്ലോക്കായി ഇരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. രാജ്യസഭാ MP-മാരിൽ ഒരാളൊഴികെ മറ്റെല്ലാവരും പുറത്തേക്ക് പോയിരിക്കുന്നു. MLA-മാരിൽ 80 MLA-മാരുള്ളതിൽ 19 പേർ മാത്രമേ ഈ മമതാ ബാനർജിക്കൊപ്പമുള്ളൂ. ബാക്കിയുള്ളവരും പോകാൻ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി ശിഥിലമായിരിക്കുന്നു. മമതാ ബാനർജിക്ക് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെയും തൃണമൂൽ കോൺഗ്രസിൻ്റെ ചിഹ്നവുമെല്ലാം ഒന്ന് പോരാടിയാൽ നഷ്ടമാകും എന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. പുറത്തു പോകുന്ന നേതാക്കന്മാരുമായി ചർച്ച നടത്തുകയാണ് ഇപ്പോൾ മമതാ ബാനർജി. അവരുടെ കാല് പിടിക്കുകയാണ് മമതാ ബാനർജി. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ഇനി ഒരിക്കലും രക്ഷപ്പെടുന്നില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ പ്രത്യേക ബ്ലോക്കായി ഇരിക്കാനായി അപേക്ഷ നൽകിയിരിക്കുന്ന MP-മാർ NDA-യുമായി സഹകരിച്ചേക്കും എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ NDA കൂടുതൽ ശക്തിപ്പെടുന്നു, ഇന്ത്യ മുന്നണി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം MP-മാരും നഷ്ടപ്പെട്ട, ജനപിന്തുണയും നഷ്ടപ്പെട്ടു പോയ 2 പാർട്ടികൾ തിരികെ കോൺഗ്രസിലേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ 2 പേരും കോൺഗ്രസിൽ വന്നാൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പരിഹാരമാകുമോ? ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ കാരണമെന്നത് കോൺഗ്രസിൻ്റെ കയ്യിൽ ഇപ്പോൾ ജനപ്രതിനിധികളുടെ എണ്ണം കുറവാണ്. ഈ പോകുന്ന ആളുകളുടെ കയ്യിലും ഒട്ടും ജനപ്രതിനിധികളില്ല. ഇതൊരു കാരണവശാലും കോൺഗ്രസിനെ ഉടൻ ശക്തിപ്പെടുത്തുന്ന ഒരു നീക്കമേ അല്ല. ഭാവിയിൽ എന്തെങ്കിലും അനക്കമുണ്ടായാലേ കാര്യമുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു അനക്കവും ഈ കാര്യം മമതാ ബാനർജി കോൺഗ്രസിലേക്ക് പോകുന്നത് കൊണ്ടോ ശരത് പവാർ കോൺഗ്രസിലേക്ക് പോകുന്നത് കൊണ്ടോ ഉണ്ടാവില്ല. കാരണം ഭൂരിഭാഗം MLA-മാരും ഇപ്പോൾ BJP-യുമായി സഖ്യത്തിലാണ്. അവർ NDA-യുമായി സഹകരിക്കാമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് പ്രത്യേക ബ്ലോക്കായിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. BJP ആകട്ടെ ഒരിക്കൽ പരാജയപ്പെട്ടു പോയ വനിതാ സംവരണ ബില്ലും മണ്ഡല പുനർനിർണയ ബില്ലും ഭരണഘടനാ ഭേദഗതി ബില്ലുമെല്ലാം തിരികെ കൊണ്ടുവന്ന് പാസ്സാക്കാനുള്ള ശ്രമത്തിലുമാണ്. അവർ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഈ ബില്ലുകൾ ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ച് ഒരിക്കൽ കൂടി അത് പാസ്സാക്കാൻ കഴിയുമോ എന്ന ഒരു ചിന്ത അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് NCPയും മമതാ ബാനർജിയും കോൺഗ്രസിലേക്ക് മടങ്ങുന്നു എന്ന വാർത്ത വരുന്നത്. രാഷ്ട്രീയ വിദഗ്ധന്മാർ ഈ ഒരു മുന്നണി മാറ്റത്തെ അല്ലെങ്കിൽ ഈ ഒരു മടങ്ങിപ്പോക്കിനെ വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന നീക്കമായി വിലയിരുത്തുന്നുമില്ല.